ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ തോട്ട്സ്, അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ്, നിങ്ങളെ പെർസീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് നിങ്ങളുടെ ക്യാരക്ടർ ഏത് തരത്തിലുള്ളതാണ്, നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ളൊരു ഇമേജ് എന്താണ്, അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിലേക്ക് ഇവരെടുക്കാൻ പോകുന്ന ആക്ഷൻസ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു ഫ്യൂച്ചർ എന്തായിട്ടാണ് ഇവരിൽ ത്രൂ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് കാർഡ് നമ്പർ 1. അപ്പോൾ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1. ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 2. അപ്പോൾ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അധികം ഇൻട്രോ ഇല്ലാതെ തന്നെ റീഡിങ്ങിലേക്ക് കടക്കാം. ഇത് ജെൻഡർലെസ് ആയിട്ടാണ് റീഡിങ് ചെയ്തിരിക്കുന്നത്. ഏതൊരു സമയത്താണോ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടത് അപ്പോഴായിരിക്കും യൂണിവേഴ്സ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് നിങ്ങളുടെ കാർഡ്സ് എടുത്ത് തുടങ്ങാം. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് പെർസീവ് ചെയ്തിരിക്കുന്നത്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തെല്ലാമാണ്. ഡിസെപ്ഷൻ, നമുക്ക് ആദ്യം തന്നെ ഒരു ഫോൾസ് ഐഡൻറ്റിറ്റി ആണ് വന്നിരിക്കുന്നത്. അട്രാക്ഷൻ ഇസ് ദെയർ ആൻഡ് ദെൻ ട്രസ്റ്റ്. ഓക്കെ, ഇതൊരു കോൺട്രഡിക്റ്റിംഗ് എനർജി ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് കൂടെ നമുക്ക് എടുക്കാം. We'll take one more card. Worth waiting for. Okay, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ബോട്ടം എനർജി ഇസ് ന്യൂ ലവ് വന്നിട്ടുണ്ട്. ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, deception clarification is Son of Cups. Okay, Swan energy, and then we have Mother of Cups energy for attraction. Okay, and then we have 5 of Cups. Okay, 2 of Wands, and finally 10 of Cups. Worth waiting for, definitely worth waiting for. So group number 1, നിങ്ങളുടെ ഒരു energy is promising a future, but there are a lot of complications to overcome എന്നുള്ള energy ഉണ്ട്. So we got the balance also. ട്രസ്റ്റ്. ഓക്കെ, ട്രസ്റ്റ് 2 തവണ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1, യു ആർ ആക്ച്വലി സ്റ്റക്ക് ബിറ്റ്വീൻ എൻ്റെ ഇൻറ്റ്യൂഷനെ ഞാൻ ട്രസ്റ്റ് ചെയ്യണോ അതോ അവരുടെ ബിഹേവിയറിലുള്ള ഒരു ഉറപ്പ് ഞാൻ എടുക്കണോ എന്നുള്ള ഒരു കോൺട്രഡിക്റ്റിംഗ് തോട്ടിലാണ് ഉള്ളത്. നിങ്ങൾക്കിടയിൽ പരസ്പരം മ്യൂച്വൽ വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. അത് ഇമോഷണലിയും ഉണ്ട്, ഫിസിക്കലിയും ഉണ്ട്. ഒരു അട്രാക്ഷൻ ഉള്ള ഒരു എനർജിയാണ്. ബേസിക്കലി ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഉണ്ട്. ബിക്കോസ് ഓപ്പോസിറ്റ് ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ലേണിംഗ് ഉണ്ടാകുന്നുണ്ട് പരസ്പരം. നിങ്ങൾ അറിയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ പെയിന് അനുഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് തിരിച്ചുമുണ്ട്. അത് നിങ്ങൾ ഇല്ലെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടൊരു റിലേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് പെയിൻ ഇല്ലെന്ന് വിചാരിക്കരുത്. ഓരോ വ്യക്തികൾക്കും 2 തരത്തിൽ 2 രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ പെയിൻ ഉണ്ടാകുന്നുണ്ട്.
ചീറ്റിങ് ഉണ്ടാകുന്നുണ്ട്. സംടൈംസ് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇമ്മച്വർ എനർജിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് ആണ് നീങ്ങേണ്ടത്. ബിക്കോസ് വി ഗോട്ട് ദ മദർ ഓഫ് കപ്സ്. അപ്പോൾ ഫ്രം ദ സൺ ഓഫ് കപ്സ് യു നീഡ് ടു മൂവ് ടുവേർഡ്സ് എ മദർ ഓഫ് കപ്സ്. അപ്പോൾ ഇവരും നിങ്ങളെ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അത്ര ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാളായിട്ടല്ല. നിങ്ങൾ അവരെ പോലെ തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ കാര്യങ്ങളെന്നുള്ള രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കിടയിൽ ഈഗോ ക്ലാഷസ് ഉണ്ട്. ഈ ഈഗോ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ദിസ് ഇസ് ലവ്, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ലെസൺ ദറ്റ് യു ഹാവ് ടു ലേൺ ത്രൂ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളും പറയുന്നില്ല, അവരുടെ മനസ്സിലുള്ളത് അവരും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവരാദ്യം ഇനിഷ്യേറ്റീവ് എടുക്കട്ടെ, അവർ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂ തരട്ടെ, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷെ രണ്ട് സ്ഥലത്തു നിന്നും ഒരു വിഡ്രോവൽ കാണിക്കുകയാണ്, പക്ഷെ ഉള്ളിൽ അടുത്ത് നിൽക്കണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റാദർ ദാൻ അൺകണ്ടീഷണലി ലവിങ് ഈച്ച് അതർ, ആര് ജയിക്കും, എനിക്ക് ജയിക്കണം, നിങ്ങൾക്ക് ജയിക്കാൻ വേണം, നിങ്ങൾക്ക് അവരെ വേണം താനും, അവർക്കും അതുപോലെ തന്നെയാണ്, അവർക്ക് ജയിച്ചുകൊണ്ട് നിങ്ങളെ വേണം. പക്ഷെ ദാറ്റ് ഈസ് ഈഗോ. ഈ ഈഗോയും ലവും ഒത്തുപോവില്ല എന്നുള്ളതാണ്. അവിടെ ഒരു കംപ്ലീറ്റ് സറണ്ടറിങ് ആവശ്യമാണ്. അതിവിടെ സംഭവിക്കുന്നില്ല, അതാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ ദിസ് റിലേഷൻഷിപ്പ് ഹാസ് എ ഹൈ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ. ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ട്. വൺസ് രണ്ടുപേരും ഹീലായി കഴിയുമ്പം ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഫ്യൂച്ചർ, കാര്യം നിങ്ങളെ വളരെ പൊട്ടൻഷ്യലുള്ള ഒരാളായിട്ട് അവരും കാണുന്നുണ്ട്. നിങ്ങളൊരു സേഫ് സ്പേസ് ആണെന്ന് അവർക്കും അറിയാം. ഈഗോയൊക്കെ ഒന്ന് ഊരി താഴെ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്ന് അവർക്ക് നിങ്ങളോട് അത്രയും മതിപ്പുണ്ട്. പക്ഷെ അവർക്കിതൊന്നും സമ്മതിച്ചു തരാനായിട്ട് പറ്റില്ല. കാര്യം അവർ നിങ്ങളെ ഓൾറെഡി ഫാമിലി ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ചൈൽഡ് ബർത്ത് എനർജി ഈസ് ഓൾസോ വെരി പ്രോമിനൻറ്റ് ഹിയർ. പക്ഷേ ഹസ്ബൻഡ് വൈഫ് എനർജിയിൽ തന്നെ ചീറ്റിംഗ് എനർജീസ് ഉണ്ട്. പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാത്ത എനർജി, ഒരു ഫ്ലേർട്ടിങ് എനർജി ഒക്കെ ഇവിടെ നിലനിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് തന്നെയാണ് അവരുടെ സന്തോഷം. പക്ഷെ അവിടെ അവർ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ ഒറിജിനലായിട്ട് ബിഹേവ് ചെയ്യുമ്പം നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങളിലുള്ള അവരുടെ ഇംപ്രഷൻ അവരിൽ നിങ്ങൾക്കുള്ള ഇംപ്രഷൻ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവരുടെ നല്ല വശങ്ങൾ മാത്രം അവരിങ്ങനെ പോളിഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് 24 മണിക്കൂറും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരാക്ഷൻ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അത് വളരെ എവിഡൻ്റ് ആയിട്ട് അത് ഉണ്ട്. ഇത് ചില വ്യക്തികൾക്കൊരു പുതിയൊരു വ്യക്തിയുമാണ് കേട്ടോ, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ വ്യക്തിയാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഫേസിലാണ് ഈ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് ഇപ്പം പറയുന്നത് ഈ റിലേഷനെ കുറിച്ച്? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് വളരെ കറക്റ്റാണ്. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ അവർ പറയാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സോ ട്രൂ. അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്. പക്ഷെ ആക്ഷൻ അവിടെ എടുത്തിട്ടില്ല. ബിക്കോസ് ആക്ഷൻ എടുക്കാനായിട്ട് അവരൊരു കൺഫ്യൂഷനിലാണ്. റൈറ്റ് ടൈമിങ് വരട്ടെ, അത് ഈഗോ ആണ് ഇവിടുത്തെ വിഷയമായിട്ട് വരുന്നത്. ഈഗോ തന്നെയാണ്. പക്ഷെ ഒരു ഡിവൈൻ ടൈമിങ് വരുമ്പോൾ ഈ ഈഗോയൊക്കെ മെൽറ്റായി പോകും. പക്ഷെ ആ ഈഗോ മെൽറ്റ് ആകുന്നത് വരെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രയാസം, അത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ലെസൺ ഉണ്ട്. ആ ലെസൺ ആണ് യൂണിവേഴ്സ്
ഈ റിലേഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ യൂണിവേഴ്സ് വാണ്ട്സ് യു ടു ലേൺ ഫ്യൂ ലെസൺസ് ആൻഡ് യു ഹാവ് എ മെസ്സേജ് ഹിയർ. നിങ്ങളുടെ മാസ്റ്റർ കാർഡിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നത്. യുവർ റിലേഷൻഷിപ്പ് വിത്ത് വൺ another is about to deepen. Love conquers and transforms all things. പ്രണയത്തിന് മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വാശി, ഈഗോ, സ്റ്റബേൺനെസ്, നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഇതിനെയൊക്കെ സ്നേഹത്തിന് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സ്നേഹത്തിൽ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ തോറ്റു പോവല്ല, നമ്മളവിടെ കൂടുതൽ വിജയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സൺ ഓഫ് കപ്സിൽ ഇമ്മച്വർ എനർജിയിൽ നിൽക്കുക, അതായത് ഒരു ടീനേജർ എനർജിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ, അതായത് ഇവിടെ നമുക്ക് മദർ ഓഫ് കപ്സ്, വിച്ച് മീൻസ് വളരെ മെച്യൂറായിട്ട് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നു, എനിക്ക് നിങ്ങളോട് യുദ്ധമല്ല ഉള്ളത്, എനിക്ക് ജയിക്കുകയല്ല വേണ്ടത്, എനിക്ക് സമാധാനമാണ് വേണ്ടത്, എൻ്റെ മനസ്സിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യുന്നത് വഴിയാണ് എനിക്ക് ആ സമാധാനം കിട്ടുക. അതുകൊണ്ട് ഞാനത് തുറന്നു പറയും. നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്ന ഭയം എനിക്കില്ല. കാര്യം ഞാൻ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്, ഞാനൊരു യുദ്ധമല്ല ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെന്നെ തോൽപ്പിക്കുമോ എന്ന ഭയം എനിക്കില്ല എന്നൊരു സ്റ്റാൻഡ് നിങ്ങൾ എടുത്താൽ തീരാവുന്ന വിഷയമേ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളൂ. പക്ഷെ ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊക്കെ തയ്യാറാവുന്നുണ്ടെങ്കിലും കൂടുതൽ സ്റ്റബേണായിട്ട് നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. പറയേണ്ട കാര്യം പറയാതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അടി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഈ ഹോസ് എനർജി പറയുന്നത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമല്ല നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ, നിങ്ങളുടെ പേഴ്സണൽ പവറിനെ നിങ്ങൾ മതിക്കുകയാണ് വേണ്ടത് ഈ ഒരു സമയം. അവിടെ നിന്ന് എടുക്കുന്ന ആക്ഷൻസിന് മാത്രമാണ് മുന്നോട്ടുള്ള ഒരു ദൂരം ഉണ്ടാവുന്നുള്ളൂ, ഒരു ഫ്യൂച്ചർ ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് സ്വാൻ എനർജി ഈസ് ഓൾസോ അബൌട്ട് ട്രസ്റ്റ്. സ്വാൻ, ഡക്ക് എനർജി എല്ലാം ഉണ്ട്. സി, വി ഗോട്ട് ദി ഡക്ക് എനർജി ഓൾസോ. ഇത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഫേംലി. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഗട്ട് ഫീലിങ്ങിനെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, മൈൻഡ് പ്ലേ അല്ല. നിങ്ങൾക്ക് എന്ത് വേണം അതാണ് വരാൻ പോകുന്നതെന്നുള്ള ചിന്തയല്ല. ദാറ്റ് ഈസ് ദ സെക്കൻഡ് തോട്ട് വിച്ച് ഇസ് കോൾഡ് മൈൻഡ് പ്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇവിടെയുണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉടനടി ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം. നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടുകളിലും വീക്ഷണങ്ങളിലും ഒക്കെ ഒരു മാറ്റം വന്നു തുടങ്ങാൻ പോകുന്നുണ്ട്. കുറച്ചും കൂടെ എളിമയുള്ളവരായി മാറാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ ഭംഗിയാക്കും, കൂടുതൽ സന്തോഷത്തിൽ നിർത്തും. ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് ഹാപ്പി ആയിട്ട്, ഈഗോലെസ് ആയിട്ട് നിങ്ങൾ പരസ്പരം ഒരു ടീമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു ഇമേജ് തന്നെയാണ് എനിക്ക് വരുന്നത്. അത് വളരെ പ്രോമിസിങ് ഫ്യൂച്ചറാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോസും മറ്റു വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹീലിങ്ങിന് വേണ്ടിയിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻസ് അറിയണമെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഡെപ്ത് എന്താണ്, ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാമാണ് ഈ റിലേഷനിൽ നമുക്ക് നോക്കാം. So we got make the effort card vannu, and then we have free yourself energy. Give your relationship a chance.
റീകൗൺസിലിയേഷൻ, സ്ട്രോങ് മെസ്സേജസ് ആണ്. ആൻഡ് എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഓക്കെ, പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്. സ്റ്റിൽ ചാൻസ് കൊടുക്കാനും പറയുന്നുണ്ട്. കോൺട്രഡിക്റ്റിംഗ് എനർജീസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ആയിട്ടും കൂടെ എടുക്കാം. We got 9 of Wands. Okay, it's worth fighting for. The relationship is worth fighting for എന്ന് കാണിക്കുന്നുണ്ട്. മദർ ഓഫ് പെൻറ്റക്കിൾസ് എനർജി. സോ ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് എനർജി ഉണ്ട്. പക്ഷെ നിങ്ങൾ ഫ്രീ ചെയ്യേണ്ടത് എന്തിൽ നിന്നാണ്? ടെമ്പറൻസ്, അറ്റാച്ച്മെൻറ്റിൽ നിന്നും നിങ്ങൾ ഫ്രീ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻസിൽ നിന്നും നിങ്ങളെ തന്നെ ഫ്രീ ചെയ്യേണ്ടതായിട്ടുണ്ട്. വി ഗോട്ട് 10 of Wands. ഓക്കെ, റിലേഷൻഷിപ്പ് ഒരു ബേർഡനായി നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ആ ബേർഡൻ ഒഴിവാക്കിയിട്ട് അവരെയും കൂടെ കുറച്ച് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യാൻ, എഫേർട്ട് എടുക്കാൻ, സ്പേസ് എടുക്കാൻ അനുവദിക്കുക. വി ഗോട്ട് ഫാദർ ഓഫ് സ്വാർഡ്സ് എനർജി. ഓക്കെ, ഈ ഒരു സമയം കേസ് ഓഫ് പെൻറ്റക്കിൾസും ബോട്ടം എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ് കാർഡ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ കാർഡ്സ്. We got the masculine energy. We got beauty. Okay. ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് ഒരു കോഷനിൽ നിന്നാണ്. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കേണ്ട, ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം. എന്തോ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് വീണ്ടും ഒരു റീയൂണിയനിൽ എത്തിയവരാണ്. കാരണം ഇവിടെ ലവ് ഇസ് വെരി ട്രൂ. അതുകൊണ്ട് തന്നെ പിണക്കങ്ങളും സെപ്പറേഷൻസും ഉണ്ടായിട്ടുണ്ട്, വീണ്ടും ഒന്നിച്ചിട്ടുമുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ച് ജാഗ്രതയിലാണ് എന്ന് തന്നെ പറയാം. അതായത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ കുറച്ച് വൂണ്ടഡാണ്, മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണം താനും. അതായത് നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ്. അവർക്കും എഫേർട്ട് ഇടണം എന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഭയങ്കര ഗാർഡഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എഫേർട്ട് ഇടാനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുന്നില്ലേ എന്ന് അവർക്കൊരു വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇവരുടെ സ്നേഹം പരീക്ഷിക്കാനായിട്ട് നിങ്ങൾ കുറേ ഡ്രാമ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സ്റ്റെബിലിറ്റി ഉള്ള ബന്ധമാണിത്. അത് നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളുക. ഈ ബന്ധത്തിന് നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ അത്രയും തന്നെ നിങ്ങളുടെ പേഴ്സണും റെഡിയാണ്. പക്ഷെ നിങ്ങൾ അവർക്ക് ആ സ്പേസ് കൊടുക്കൂ. ഒരു റിലേഷൻഷിപ്പിൽ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് സ്പേസ് ഇല്ലാതാവും ചെയ്യാൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അഷ്വറൻസ് വരുന്നത്? അപ്പോൾ ചില സമയത്തെങ്കിലും റെഡ് ഫ്ലാഗ് നമ്മൾ തന്നെ ആകും എന്നുള്ളതും കൂടെ തിരിച്ചറിയുക. എല്ലാ സമയത്തും അവരാണ് റെഡ് ഫ്ലാഗ് എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ സൈഡിൽ നിന്നോ അവരുടെ സൈഡിൽ നിന്നോ റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ ഒരു നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ആ റെഡ് ഫ്ലാഗിനെ തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തരുന്ന മെസ്സേജ് നിങ്ങളിൽ നിന്ന് ചില ടോക്സിക് ട്രേറ്റ്സ് റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസിൽ നിന്നും അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നും നിങ്ങളെ ആദ്യം നിങ്ങൾ സ്വയം ഫ്രീ ചെയ്യണം. ഫ്രീ അപ്പ് യുവർ സെൽഫ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ എഫേർട്ട് ഇടുന്നത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സമാധാനം വന്ന് നിറയും. സെപ്പറേഷനിലാണ് ഉള്ളതെങ്കിൽ റീയൂണിയന് ഉണ്ടാവുകയും ചെയ്യും. കാര്യം അവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ ഈ റിലേഷൻഷിപ്പ് അധികകാലം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. നിങ്ങൾക്കിടയിൽ
ആ ട്രസ്റ്റ് വളരാൻ സമയം കൊടുക്കുക. അതായത് ചാടിക്കയറി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. വളരെ പ്രായോഗികമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റിലേഷൻഷിപ്പ് പോകും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്, അതിൽ സക്സസ്സും കൊണ്ടുവരണം. അതിനുവേണ്ടി നിങ്ങളുടെ ടൈം ആൻഡ് എനർജി അതിൽ കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ സക്സസ് നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടതെല്ലാം രണ്ടുപേരും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിന് ഒരു എഫേർട്ട് കൊടുത്ത് സമയം കണ്ടെത്തി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു എനർജി എല്ലാത്തിനും സമയം ഉണ്ടാവും. പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓവറായിട്ട് സമയം അവരുടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫേക്ക് എനർജി അല്ല ഇവിടെ കൊടുക്കേണ്ടത്, പേഴ്സണാലിറ്റി ഫേക്ക് ചെയ്യല്ല വേണ്ടത്. ഓപ്പൺനെസ് ആണ് കൂടുതലും ആവശ്യമായിട്ടുള്ളത്. സത്യസന്ധമായിട്ടുള്ള തുറന്ന സംസാരം, കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ വേണ്ടത്. പലപ്പോഴും നിങ്ങൾ അവർ മനസ്സിലാക്കട്ടെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, എന്നിട്ട് അത് അറിഞ്ഞു പ്രവർത്തിക്കട്ടെ. എവിടെ ചെയ്യാൻ പോകുന്നില്ല. കാര്യം അവർക്കതൊന്നും അറിയില്ല. അവർക്ക് അവരെ തന്നെ അറിയില്ല. അപ്പോഴാണ് അവർക്ക് നിങ്ങളെ മനസ്സിലായി നിങ്ങൾക്ക് വേണ്ടത് തരുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച വേണ്ടതായിരിക്കില്ലല്ലോ ഈ ആഴ്ച വേണ്ടത്. അപ്പോൾ അത് തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിലേഷൻഷിപ്പിലൊരു ഗസ് വർക്കിലേക്ക് അവരെ കൊണ്ടെത്തിക്കാതെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സ്പേസിൽ കൊണ്ടു നിർത്തുക. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇമോഷൻസ് ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്നതിനെക്കാട്ടിലും യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ സത്യസന്ധതയ്ക്കും പരസ്പരമുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിനും വളരെ അധികം ഒരു വാല്യൂ നൽകുന്നവരുമാണ് അവർ. അപ്പം അവർ ഡ്രാമ കുറഞ്ഞവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളവരായതുകൊണ്ട് അവരുടെ ഇമോഷൻസിൻ്റെ ഷ്യോറിറ്റി അല്ലെങ്കിൽ അഷ്വറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊടുക്കുക. പക്ഷെ അവരൊരിക്കലും കമ്മിറ്റ് ചെയ്താൽ അവർ കമ്മിറ്റഡ് ആണ്. അവർ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഉള്ള വ്യക്തികളാണ്. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നവരും അല്ല. അവർ കുറച്ച് ആലോചിച്ചൊക്കെ തീരുമാനം എടുക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ചാടിക്കറി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ റെഡ് ഫ്ലാഗ് ആണ്. അത് നിങ്ങൾ തിരുത്തുക. അപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഡെഫിനറ്റ്ലി സെപ്പറേഷനിലാണെങ്കിൽ റീയൂണിയൻ ഉണ്ടായേയിരിക്കും. അതുപോലെ ഒരു റീയൂണിയൻ അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസും കൂടെ കൊടുക്കാവുന്നതുമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒന്ന് റെഡ് ഫ്ലാഗിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ ടോക്സിക് ട്രേറ്റ്സ് ഒക്കെ ഹീൽ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചാൻസും കൂടെ അവർക്ക് കൊടുത്തു നോക്കാവുന്നതാണ് എന്നാണ് കാണിക്കുന്നത്. കാര്യം ഇതിനൊരു ലോങ് ടേം സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരാഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, ലോങ് ടേം സ്റ്റെബിലിറ്റി തന്നെയാണ്. ആൻഡ് യു ഹാവ് ഗോട്ട് എ മെസ്സേജ്. യു മേ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൻ തിങ്സ് ഹാപ്പൻ. എന്തുകൊണ്ട് പല സാഹചര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. അതിനൊരു ഉയർന്ന ഒരു പർപ്പസ് ഉണ്ട്. അതായത് ഒരു ഹയർ പർപ്പസ് യൂണിവേഴ്സ് കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അത് അനുഭവിക്കുന്നതിലൂടെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിലൂടെ നമുക്ക് അനുഭവിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഓ ഇതിനു വേണ്ടിയായിരുന്നു അത് സംഭവിച്ചത് എന്ന്. പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ എന്തിനാണ് എനിക്ക് സംഭവിക്കുന്നത്, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. സോ ത്രൂ ടർമോയിൽ എ ബ്ലെസ്സിങ് വിൽ സൂൺ ബി റിവീൽഡ് എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് നിങ്ങളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ കുറച്ചൊന്ന് ട്രാൻസ്ഫോം ചെയ്യാനും ഉണ്ട്, ഹീൽ ചെയ്യാനും ഉണ്ട്. എന്നിട്ട് ഒരു ചാൻസും കൂടെ കൊടുത്തു നോക്കുക. ജസ്റ്റ് ഗിവ് ദം വൺ മോർ ചാൻസ് എന്നുള്ള ഒരു എനർജി ഉണ്ട്. ബിക്കോസ് ഇവിടെ ദേ ആർ വെരി പ്രാക്ടിക്കൽ പീപ്പിൾ.
അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ സ്നേഹം പറയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ദേ ആർ മോർ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് യു എന്നൊരു എനർജിയൊക്കെ ഉണ്ട്. ദേ അഡ്മയർ യു. നിങ്ങളുടെ ബ്യൂട്ടിയൊക്കെ അവർ അഡ്മയർ ചെയ്യുന്നവരാണ്. സ്പെഷ്യലി നിങ്ങളുടെ ഐസ്, ലിപ്സ്, ഇതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അത്രയും ആഴത്തിൽ അവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നിങ്ങളെക്കുറിച്ച് നോക്കുന്നവരാണ്. അപ്പോൾ ഫിസിക്കലി അഡ്മയർ ചെയ്യുന്നതിനോടൊപ്പം അവർ ഫ്രണ്ട്ഷിപ്പും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഇമോഷനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരൊരു ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തി അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും അവരുടെ പ്രവൃത്തികളിൽ സംശയം തോന്നി. ഇവർ ഇമോഷണലി ഇൻവെസ്റ്റഡ് അല്ലേ ഈ റിലേഷൻഷിപ്പിൽ? ഇത് വെറുതെ കാണിക്കുന്നതാണോ? പൊള്ളയായ സ്നേഹമാണോ? കള്ളത്തരമാണോ? അല്ല, അങ്ങനെയൊന്നുമല്ല. അത് അവരുടെ രീതിയാണ്, അത് അവരുടെ സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിങ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹീലിങ്ങിന് വേണ്ടിയിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് വേണമെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of you all take care. Bye.